ഈ ആളുകളോടൊക്കെ കൂടിയാലോചിച്ചതിന് ശേഷവും എപ്പോഴത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അറിയണം. സുമോദ് തുടരുന്നുണ്ട്. സുമോദ്, ഇവരൊക്കെ ഇന്ന് രാത്രിയോടുകൂടി എത്തും. നാളെ ആയിരിക്കും ഇനി ഇവരോടുകൂടിയുള്ള ഇവരെയും കൂട്ടിച്ചേർത്തുള്ള ഒരു ചർച്ച നടക്കുക. KPC വർക്കിംഗ് പ്രസിഡന്റുമാരും അവിടെ എത്തും. അതിനുശേഷം ആ ചർച്ചയും പൂർത്തീകരിച്ച് നാളെ വൈകുന്നേരത്തോടെയെങ്കിലും ഒരു പ്രഖ്യാപനം, ഇപ്പോൾ KC ആയാലും മീഡിയ ആയാലും RC ആയാലും ആരായാലും നാളെ വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ ഇതിനകം തന്നെ ഇന്ന് രാത്രിയോട് നേതാക്കന്മാർ എത്തിത്തുടങ്ങും. K. സുധാകരൻ രാത്രി ഡൽഹി വിമാനത്താവളത്തിലെത്തും എന്നുള്ള ഒരറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മുരളീധരൻ ഒരുപക്ഷെ നാളെ രാവിലെ ആകാനാണ് സാധ്യത. നാളെ ഒരു 10:30യോടുകൂടിയായിരിക്കും യോഗം ആരംഭിക്കുന്നത്. ഈ യോഗത്തിൽ നേരത്തെ അസ്ലം പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ നേതാക്കന്മാരെ, അതായത് ഈ തരത്തിലുള്ള KC വേണുഗോപാലിനെയോ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ ആരെങ്കിലും ആക്കിയാലും ആക്കിയില്ലെങ്കിലും, ഏതൊക്കെ തരത്തിലുള്ള മുഖ്യമന്ത്രിയാക്കിയാലും ആ പദവി നൽകിയില്ലെങ്കിൽ പോലും ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിശദമായ അവരുടെ ഒരു വിലയിരുത്തൽ എന്താണ് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇനി അവർ ആദ്യം നേരത്തെ പറഞ്ഞിരുന്നത് 23-ാം തീയതി വരെ ദിവസമുണ്ട്, അതിനുള്ളിൽ സമാധാനത്തിൽ തീരുമാനമെടുത്താൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സാവധാനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലെ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ നേതാക്കന്മാരോട് സംസാരിച്ചതിന് ശേഷം നാളെ വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, എല്ലാവരും ഇന്നലെയോ നാളെയോ ഒക്കെ റിപ്പോർട്ട് വരും എന്നുള്ളൊരു കാര്യമാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ മീഡിയ വൺ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു 13-ാം തീയതി അല്ലാതെ ഒരു ഇത്തരത്തിലുള്ളൊരു അന്തിമ തീരുമാനം വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം. ആ തീരുമാനം ഏവരും പ്രതീക്ഷിച്ചിരുന്ന, ഇപ്പോൾ നേരത്തെ കേരളമായിരുന്നു ഉറ്റുനോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന പ്രധാനപ്പെട്ട തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.